أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, 70-ൽ പരം രോഗങ്ങളിൽ നിന്നും കാവൽ ലഭിക്കുന്നതായ മഹത്തായ ഒരു ദിക്റിനെ കുറിച്ചാണ് നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത്. ഭ്രാന്ത്, കുഷ്ഠരോഗം, വെള്ളപ്പാണ്ട് തുടങ്ങിയ വലിയ വലിയ രോഗങ്ങളിൽ നിന്നും കാവൽ ലഭിക്കുന്നതായ ഒരു ദിക്റാണ്. ദിവസവും ഈ ദിക്റ് 10 പ്രാവശ്യം ചൊല്ലുക. എന്നാൽ ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രമല്ല, എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാകും. കുറ്റം ചെയ്യാതെ, ദോഷം ചെയ്യാതെയുള്ള ഒരു ജീവിതം നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെയുള്ള വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ദിവസവും ഈ ദിക്ർ നമ്മൾ 10 പ്രാവശ്യം ചൊല്ലുക. എന്നാൽ ഈ നേട്ടങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഈ ദിക്റിനെ കുറിച്ച് അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായ ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്ന ദിക്ർ ചൊല്ലിയാൽ ഫീ കുല്ലി യൗമിൻ, എല്ലാ ദിവസവും ചൊല്ലി 100 മറ, 100 പ്രാവശ്യം ചൊല്ലിയാൽ കാന ലഹു അമാനം മിനൽ ഫഖീരീൻ, അയാൾക്ക് ദാരിദ്ര്യത്തിൽ നിന്ന് നിർഭയത്വം ഉണ്ടാകുന്നതാണ്. ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. മാത്രമല്ല വൈ ഉമനു മിൻ വഹ്ശത്തിൽ ഖബരി, ഖബറിന്റെ ഏകാന്തതയിൽ നിന്ന് അയാൾക്ക് നിർഭയത്വം ഉണ്ടാകും. വസ്തുജിലിബ ബിഹിൽ ഗിനാം, അയാൾക്ക് ഐശ്വര്യം, സമ്പത്ത് ഉണ്ടാകുന്നതാണ്. മാത്രമല്ല വസ്തുഖരിയ ബിഹി ബാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുന്നതാണ്. ഒരാൾ ഈ ദിക്ർ 100 പ്രാവശ്യം ദിവസവും ചൊല്ലിയാൽ അത്ര വലിയ മഹത്വമുള്ളതായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. ദിവസത്തിൽ ഒരു 10 പ്രാവശ്യമെങ്കിലും നമ്മൾ ചൊല്ലുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ചൊല്ലാൻ പ്രയാസമില്ലാത്ത എളുപ്പമുള്ളതായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ. അള്ളാഹു സുബ്ഹാനഹു തആല ധാരാളം ഈ ദിക്ർ ചൊല്ലാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.